ശ്രീ വസീഫ്, അപ്പൊ പുതിയ കാര്യങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. അവിടെ പി വി അൻവറിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകൾ അത് ആശാസ്യമായിരുന്നില്ല. പക്ഷേ ആ ചർച്ച വഴിമാറുന്നത് ഇത്തരത്തിൽ മലപ്പുറത്തെ കള്ളക്കടത്ത് കേന്ദ്രമൊക്കെ മുഖ്യമന്ത്രി ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച മാറുന്നത് ഗുണകരമാണോ ശ്രീ വസീഫ്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിന്റെ വികസനം കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നു. ആ MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അത്രയും വേണം. ഇവിടെയുള്ള സ്കൂളുകൾ 23ഓളം സ്കൂളുകൾ 43 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നത്. സ്കൂളുകളുടെ റോഡുകളാണെങ്കിൽ BMBC നിലവാരത്തിലേക്ക് ഏകദേശം 80% റോഡുകളെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഇവിടെയുള്ള പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രൗണ്ട് എല്ലാം മികച്ചതാക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വികസന പദ്ധതി ഇവിടേക്ക് പ്രഖ്യാപിച്ച് ഇവിടെ അത് നടപ്പിലാക്കി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു MLA ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ചർച്ചകളിൽ നിങ്ങൾക്ക് വികസനം മാത്രം പറഞ്ഞ് മാറി നിൽക്കാനും കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ മലപ്പുറം പരാമർശവും ഹിന്ദു പത്രത്തിൽ വരുന്ന ഇന്റർവ്യൂവും അതിൽ PR ഏജൻസി അക്കാര്യങ്ങളൊക്കെ പിന്നെയും വീണ്ടും ചർച്ചയാക്കേണ്ടി വരികയാണ് അവിടെ വസീഫ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ല ഞങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയില്ല ആശ്മി. ഞങ്ങൾ ഈ മലപ്പുറം ജില്ല 969 EMS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തവരും അത് രൂപീകരിച്ചവരുമാണ് കേരളത്തിലെ CPIM അതിൻ്റെ നേതൃത്വവുമെല്ലാം. എന്നിട്ട് ഇവിടെ ഇവരുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സമയത്ത് പച്ചക്കൊടി നിങ്ങൾ കെട്ടരുത്, അത് അരയിൽ തീരിക്കോളൂ എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് പച്ചക്കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാതെ ആക്ഷേപിച്ചത് മലപ്പുറത്തിന്റെ പേര് പോലും പുറത്തെത്താത്ത തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത ഇവർ കാണിക്കുക. അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അതൊക്കെ അംഗീകരിച്ചും സഹിച്ചും പുറത്തും എങ്ങനെയെങ്കിലും അധികാരവും രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകണമെന്ന് കരുതി ഇവരുടെ നേതൃത്വം ഇരിക്കുക. അവരുടെ അണികൾക്ക് അതിലൊന്നും താല്പര്യമില്ല. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, ആ ET മുഹമ്മദ് ബഷീർ MPയെ ലക്ഷണമൊത്ത വർഗീയവാദി എന്ന് വിളിച്ചത് ആരാ? ഞങ്ങളാണോ? ഈ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഈ മത സംഘടനാ നേതൃത്വത്തെയും ഒക്കെ എറിഞ്ഞു കൊടുത്തത് കോൺഗ്രസ് ആണ് ഈ ജില്ലക്കകത്ത്. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി ഇടപെട്ടതും ഒക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഒന്നും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല. അദ്ദേഹം മതനിരപേക്ഷതയുടെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് എന്ന് ഈ കേരളത്തിൽ ഉടനീളം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞതല്ലേ. ഒരാളും മതത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പോലും അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല, അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഞാൻ ആശ്മിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചുതരാം. AK ശൈലജക്കെതിരായ വ്യാജ വീഡിയോ പ്രചരണം, മുസ്ലിം ലീഗ് നേതാവിന് പിഴ ശിക്ഷ എന്നുള്ളതാണ്. 2 ശിക്ഷയാണ് ഇവർക്കെതിരെ വിധിച്ചത്. ശിക്ഷ വന്നു. ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ വീഡിയോയും വ്യാജ Facebook പ്രചരണവും ഒക്കെ നടത്തിയവർക്കെതിരെ ശിക്ഷ വന്നു. സ്വാഭാവികം. എന്നിട്ടും ഇവർ ഇതുപോലെയുള്ളത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. അങ്ങനെ എന്തും വ്യാജമായി സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്നത്തെ അപകടകാരികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ഇന്നത്തെ യുവതലമുറ കോൺഗ്രസിന്റെയും നേതൃത്വം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അല്ല, കാഫിർ മാത്രമല്ല അവിടെ വന്നത്, അവിടെ വേറെയും പലതും വന്നു. ഈ കാഫറും അന്വേഷിച്ച് ചെന്നെത്തിയാൽ ഇവരിലേക്ക് തന്നെ എത്തും. ഇവൻ ശരിയല്ല. ശിക്ഷ വന്നു, 2 കേസ് ശിക്ഷ വന്നു, മറ്റതും വരട്ടെ, വരുമ്പോ സംസാരിക്കാലോ. പിന്നെ ഇവിടെ കാണേണ്ടത് വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് SNDP. ആ SNDPയുടെ നേതൃത്വമായി ഇരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപെങ്ങും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ അതിനെ പ്രതികരിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത സംഘടനയാണ് ഞങ്ങളൊക്കെ. അതിനൊന്നും ഇല്ലേ? ഭാഷയിലൊന്നും ഈ കോൺഗ്രസിന്റെ ആളുകളും അല്ല. ഞാൻ പറഞ്ഞു താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം
അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത് ചർച്ചയാകുമ്പോൾ ഉറപ്പായും വി വി രാജേഷിന്റെ പാർട്ടി അത് അവിടെ ചർച്ചയാക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാജേഷ് തൽക്കർ പിടിക്കില്ല. അത് ചർച്ചയാക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത ക്ലീൻ ചിറ്റ് അവിടെ ചർച്ചയാവില്ലേ ശ്രീ വസീഫ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ക്ലീൻ ചിറ്റ് ആണോ? അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ മുഖ്യമന്ത്രി? ഇവിടെ ഈ സമൂഹത്തിനകത്ത് ഒരു പുരോഗമന സ്വഭാവം കാണിച്ചു വന്ന SNDPയുടെ ഭാഗത്തു നിന്ന് വന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സംസാരം, അതിനെതിരെ എല്ലാവരും ആ തരത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തെ കൂടി അപ്പാടെ അങ്ങ് അടിച്ച് ആക്ഷേപിച്ച് അപ്പുറത്ത് കൊടുക്കണമെന്നുണ്ടോ? അതെ, ഞങ്ങൾ ചോറിനെ കൊണ്ടുവന്നേ പറയേണ്ട സമയത്ത് ഒരു സംസാരമാണോ? ഞാൻ പറയുന്നത് അന്ന് വി എസ് പറഞ്ഞപ്പോഴത്തേക്കും RSSന് നാവ് വാടകയ്ക്കെടുത്ത് സംസാരിക്കുന്ന പറഞ്ഞ അതേ പിണറായി വിജയനാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാലത്തും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി തന്നെയാ. പിന്നെ കോപ്പാണ്. ഓക്കെ, രാജീവ് പി നായർ ഇവിടെ വസീർ മറുപടി പറഞ്ഞു. നിങ്ങൾ ആ മലപ്പുറത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJPയുടെ വാക്കായി മാറുന്നു, BJPയുടെ ആയുധമായി മാറുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാൻ പറ്റാത്തത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പിന്നെ കാഫിർ വിവാദത്തെക്കുറിച്ച്, കാഫിർ വിവാദത്തിന്റെ അന്വേഷണം എവിടെ എത്തി? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, ഹൈക്കോടതിയിൽ പോയി പോലീസല്ലേ പറഞ്ഞത്. ദാ ഈ പാനൂർ ബ്ലോക്ക് സെക്രട്ടറി ആണ് അവസാനം കണ്ടെത്തിയ ആള്, അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? അത് പിന്നെ എനിക്കും അതിനകത്ത് വ്യക്തിപരമായി പറയുന്നത് അദ്ദേഹം അത് റിവീൽ ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഹാഷ്മി കട്ടത് വിറ്റ മുതൽ അവസാനം ഹാഷ്മിയുടെ കയ്യിലാണ് ഇരിക്കണമെങ്കിൽ ഹാഷ്മിയെ പ്രതി ചേർക്കണ്ടേ? ഹാഷ്മിക്കെതിരെ കേസെടുക്കണ്ടേ? വേണ്ടേ? കട്ട മുതൽ അവസാനം ഞാൻ കട്ട സാധനം ഞാൻ വിറ്റത് അവസാനം ഹാഷ്മിക്കാണ്. പോലീസ് അന്വേഷിച്ചപ്പോൾ അവസാനം ഹാഷ്മിയുടെ കയ്യിലാണ് അത് കണ്ടെത്തിയെങ്കിൽ കേസെടുക്കണ്ടേ? എന്തേ ആ കട്ട പ്രതിയായിട്ടുള്ള ആ DYFIയുടെ പാനൂർ സെക്രട്ടറിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല? എന്താ പ്രശ്നം എടുക്കാത്തതിന്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അത് RSSനെ പോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ തലയിൽ കെട്ടിവെച്ച് വർഗീയവാദിയും ദേശദ്രോഹിയുമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ പാർട്ടിയുടെ പേരാണ് CPM. മറക്കരുത്. ഹിന്ദു ദിനപത്രത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയ്ക്കകത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമുണ്ടെന്നും കള്ളക്കടത്തും കള്ളപ്പണവും ദേശവിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻ കോട്ട് ഒരു PR ഏജൻസി ഒരു ന്യൂസ് പ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ലോജിക്കൽ എൻഡ് ഉണ്ടാവണമെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തെ ദുരുപയോഗം ചെയ്ത ഈ നാട്ടിനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. അതെ, ആ നിയമ നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം? പിന്നെ മലപ്പുറം മാത്രമല്ലല്ലോ, ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായില്ലേ? ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായപ്പോൾ അതിന് ഉൾപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അവർ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറഞ്ഞു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാരുടെ ആഭ്യന്തരമന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നല്ലാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് ഒരു ക്രിമിനൽ സംഭവത്തിന് ഉൾപ്പെട്ടവരുടെ മതം തിരഞ്ഞാക്രമിക്കുന്നവരെങ്കിലും കണ്ടിട്ടുണ്ടോ? അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പെടുത്ത കേരളത്തിന്റെ പോലീസ് എന്തുകൊണ്ട് VR അനൂപ് പരാതി കൊടുത്തിട്ട് പോലും സുപ്രീം കോടതിക്കെതിരെ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയ RSS നേതാവ് നന്ദകുമാറിനെതിരെ കേസെടുത്തില്ല? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്തുകൊണ്ട് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്കെതിരെ ഈ സർക്കാർ കേസെടുക്കുന്നില്ല? സമയം കഴിയാൻ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.